ആദ്യം തന്നെ നമുക്കിതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലക്കൂട്ട് ആഡ് ചെയ്യാം. ഈ മസാലക്കൂട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, പെപ്പർ, ഫിഷ് മസാല, കുറച്ച് ഉപ്പ് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് വേവട്ടെ. നല്ല വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമുക്ക് ഈ കൂട്ടെല്ലാം കൂടെ മിക്സി ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കാം. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്കിത് ഇതിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഈ ജാറ് തന്നെ നമുക്ക് കഴുകി ഒഴിച്ചാൽ മതിയാവും. തിക്കായിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ വെള്ളം തന്നെ നമുക്കൊന്ന് കഴുകി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുടംപുളി ചേർക്കാം. ഇത് നന്നായിട്ട് ഇപ്പം തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നെയ്മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ നെയ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.